ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും D4 ഡ്രിഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് 250യുടെ ഒരു റൈഡ് റിവ്യൂവും വാക്ക് അറൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ സ്പെക്സും കാര്യങ്ങളും ഡീറ്റെയിൽസും പ്രൈസും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാം. ലാഗ് ആക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ വണ്ടിയുടെ ലുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ലുക്ക് തന്നെയാണ് സമ്മാനിക്കുന്നത്. കാരണം ആരൊന്നും ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടും. അമ്മാതിരി ലുക്ക് തന്നെയാണ് KTM ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീച്ചറാണ് 390യുടെ പോലെ തന്നെ ഒരു 6 പാക്ക് LED KTM ഈ വണ്ടിക്ക് നൽകുന്നത്. അത് ഹെഡ്ലൈറ്റിൻ്റെ ബേസാണ്. അപ്പം ഫ്രണ്ടിൽ നിന്ന് പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ ഒരു 390 വരുന്നു എന്നൊരു രീതിയിൽ തന്നെ നമുക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ സാധിക്കും. പക്ഷേ സൈഡിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല. 250യുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ 250യിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി ടെയിൽ സെഗ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ KTM വണ്ടിക്ക് നൽകിയിരിക്കുന്നു. പിന്നെ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടിൻ്റെ കാര്യം തന്നെ മാരക ലുക്ക് തന്നെയാണ് എക്സോസ്റ്റ് നോട്ട് സമ്മാനിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ സ്പെക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 248.8 cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് ലിക്വിഡ് കൂൾഡ് അടങ്ങുന്ന ഒരു DOHC ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് KTM വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 9000 RPM 30 PS പവർ, 7500 RPM 24 Nm ടോർക്ക് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.5 ലിറ്ററാണ്. പിന്നെ കൂടാതെ KTM ഈ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ചും നൽകുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 185 mm ആണ്. അത്യാവശ്യം തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്നത് തന്നെ. അപ്പോൾ അടി തട്ടുന്ന ഒരു പ്രവണതയിലേക്കൊന്നും പെട്ടെന്ന് ഈ വണ്ടി കൊണ്ടുപോയില്ല. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈ വണ്ടി യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. നമുക്കിനി ഈ വണ്ടിയുടെ ടയർ സൈസിലേക്കൊന്ന് നോക്കാം. ഈ വണ്ടിയുടെ ബാക്കിലത്തെ ടയർ സൈസ് വരുന്നതെന്ന് വെച്ചാൽ 150, 60, 17 ആണ്. അപ്പോൾ MRFൻ്റെ തന്നെ ഒരു റേഡിയൽ ടയറാണ് വരുന്നത്. അത്യാവശ്യം നല്ലതായിട്ട് കോർണറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഫ്രണ്ട് ടയറിൽ വരുന്നത് 110ൻ്റെ തന്നെ MRFൻ്റെ റേഡിയൽ ടയറാണ്. 110, 70, 17 സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളും നല്ല ലുക്ക് സമ്മാനിക്കുന്ന ഒരു ടയർ തന്നെയാണ് KTM ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡോമിനാറിൽ കണ്ട പോലെ തന്നെ WPയുടെ 43 mm ഒരു USD ഫോർക്കാണ് KTM ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കോർണറിങ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളെല്ലാം ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ചെറിയ നല്ല റബ്ബറൈസ്ഡ് അല്ലാത്ത റോഡുകളിൽ നല്ല ചാട്ടം തന്നെ ഈ വണ്ടി സമ്മാനിക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് വരുന്നത് WPയുടെ തന്നെ ഒരു മോണോഷോക്ക് കാര്യങ്ങളാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെന്താണ് റബ്ബറൈസ്ഡ് അല്ലാത്ത റോഡിൽ കൂടെ പോകുമ്പോൾ നല്ല ചാട്ടങ്ങളും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ചെറിയ പോരായ്മയായിട്ട് നമുക്ക് പറയാനുള്ളത്. സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് ഹാർഡും അല്ല, ഒരുപാട് അങ്ങ് സോഫ്റ്റും അല്ല, അമ്മാതിരി ഒരു സീറ്റ് തന്നെയാണ്. അപ്പം പുറകിലത്തെ സീറ്റ് എന്ന് വെച്ചാൽ വലിയ ഒരുപാട് കംഫോർട്ടൊന്നും കംഫോർട്ടൊന്നും പ്രതീക്ഷിച്ച് ഈ വണ്ടി എടുക്കരുത്. പക്ഷേ എന്നാൽ കംഫോർട്ട് കൊണ്ട് താനുമാണ്. നമ്മൾ 390-ലൊക്കെ കണ്ട പോലെ തന്നെ 6 പാക്ക് ഹെഡ്ലൈറ്റ് സെറ്റപ്പ് തന്നെയാണ് KTM വണ്ടി കൊടുത്തിരിക്കുന്നത്. നല്ല പ്രകാശമേറിയ അത്യാവശ്യം അടിപൊളി ഒരു ലുക്കും സമ്മാനിക്കുന്ന ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ വണ്ടിക്ക് നൽകുക. അതെന്തായാലും ഒരു അടിപൊളി ഫീച്ചർ എന്ന് തന്നെ പറയാം അല്ലേ. നല്ലൊരു ഇതാണ്. കാരണം ആ പ്രൈസിൻ്റെ കാര്യത്തിലൊരു ചെറിയൊരു വിട്ടുവീഴ്ച പോലെ തന്നെ നമുക്ക് ചെയ്യാമായിരിക്കും. ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡോ കാര്യങ്ങളൊന്നുമില്ല. പഴയ BS4-ലുള്ള തന്നെ ഒരു ടെയിൽ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ നോക്കുമ്പോൾ തന്നെ വണ്ടി ലുക്ക് തന്നെയാണ്. വണ്ടി സ്റ്റോക്ക് വണ്ടി തന്നെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. സെറ്റപ്പ് ടെയിൽ ടൈഡ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് KTM മുന്നിൽ കൊടുത്തിരിക്കുന്നത് 320 mm ഒരു ഡിസ്ക് ബ്രേക്കാണ്. ABS ആണ്, ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടി വരുന്നത്. ബാക്കിൽ കൊടുത്തിരിക്കുന്നത് 230 mm ഒരു ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. നല്ല സ്റ്റോപ്പിങ്ങും കാര്യങ്ങളും തന്നെ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിനി വണ്ടിയിലേക്ക് കയറിയിരുന്നെന്ന് സംസാരിച്ച് നോക്കാം. സീറ്റ് ഹൈറ്റിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പം അതിന് മുമ്പ് നമുക്ക് കീയുടെ സെറ്റപ്പൊക്കെ നോക്കാം. നല്ല പ്രീമിയം ലുക്ക് തന്നെയാണ് കീ ഇടുന്നിടത്തൊക്കെ കൊടുത്തിരിക്കുന്നത് KTM. പിന്നെ ഇതിൻ്റെ മീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് തൊട്ട് തന്നെയുള്ള KTMൻ്റെ ഒരു മീറ്റർ തന്നെയാണ്. അപ്പോൾ വളരെ ബേസിക് ഇൻഫർമേഷനും കാര്യങ്ങളും സംഭവങ്ങളും. മോഡ് സെറ്റ് എന്നുള്ള 2 ബട്ടൺ തന്നെയാണ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടാക്കോമീറ്റർ, RPM ലിമിറ്റ്, സ്പീഡോമീറ്റർ, ഫ്യൂൽ ഗേജ്, എല്ലാ സംഭവങ്ങളും KTM ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അപ്ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ കൂടി തന്നെ നല്ലൊരു മീറ്റർ തന്നെയാണ് ഇതിൽ. പിന്നെ നമുക്കിതിൻ്റെ സീറ്റ് ഹൈറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ
അത്യാവശ്യം കുഴപ്പമില്ല. കാല് ഒരുപാടങ്ങ് കുത്തത്തില്ല, എന്നാലും കുത്താൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ എനിക്കൊരു 5.4 ആണ്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള പിന്നെ ഇത് ഫ്യൂൽ ടാങ്കിൻ്റെ ഇതാണ്. ഇനി ഗിയർ ഇടുമ്പോൾ ഉള്ള ഒരു കട്ട് ഓഫ്, സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് നമുക്കൊന്ന് നോക്കാം. വണ്ടി അപ്പം തന്നെ ഓഫ് ആവണം, അതൊരു അടിപൊളി ഫീച്ചറാണ്. പിന്നെ ഇതിൻ്റെ ബേസിക് ഫോണ്, സ്വിച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അടിപൊളി ഒരു റിഫൈൻഡ് ആയിട്ടുള്ള സൗണ്ട് ആക്കണം. നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണ്ടേ. അപ്പോൾ ഈ വണ്ടി നമ്മളിപ്പോൾ എടുത്തപ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഗിയർ ഇടുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണ് ചെയിൻ ലൂപ്പ് ചെയ്യാത്തതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. എങ്കിൽ കൂടി ഒരു ഇച്ചിരി കൂടെ ഗിയർ ഷിഫ്റ്റിങ് സ്മൂത്ത് ആക്കായിരുന്നു KTM മിനി വണ്ടിക്ക്. പിന്നെ എന്താണ് നല്ല വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലും കാര്യങ്ങളും 250 സെഗ്മെൻറ്റിൽ അടിപൊളിയായിട്ട് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട് നമ്മളെ കൺട്രോൾ. പിന്നെ ഈ വണ്ടിയുടെ ഒരു കുഴപ്പമെന്ന് നമ്മൾ പറയത്തില്ല. എങ്കിൽ കൂടെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഇത്രയും റോഡുകളിൽ ഭയങ്കര ചാട്ടം നമുക്ക് ഫീൽ ചെയ്യും, ഒരു കംഫോർട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതേസമയം നമ്മൾ റബ്ബറൈസ്ഡ് റോഡുകളിലൊക്കെയാണ് ഓടിക്കുന്നതെങ്കിൽ അടിപൊളിയായിട്ട് വണ്ടി കോർണർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ തന്നെ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മൾ വണ്ടി നല്ല ഷെയ്ക്കായിട്ടാണ് വണ്ടി പോകുന്നത്. അതിപ്പം മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിക്കുക, നമ്മൾ റോഡിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഉള്ളായിരുന്നു നമ്മുടെ കയ്യിൽ ഈ വണ്ടി. അപ്പോൾ ആ ഒരു ലിമിറ്റിൽ നമ്മൾ എടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് പറ്റിയിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. നല്ല പുള്ളിങ്ങാണ് ഈ വണ്ടിക്ക്. നല്ലതായിട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകും, കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ വൈഡ് ഹാൻഡിൽ ബാർ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ് ഈ വണ്ടി. കോർണർ ചെയ്യാനാണെങ്കിലും ഇതിൻ്റെ ഒരു പിടുത്തവും നമുക്ക് കൈക്കോ കാര്യങ്ങളോ ഒരു വേദന ഒന്നുമില്ല. വളരെ റിലാക്സിങ് ആണ് ഈ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ. അടിപൊളിയാണ് വണ്ടി ഓടിക്കാൻ, സൂപ്പറാണ്. പിന്നെ ഈ റോഡിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇങ്ങനെ ചാട്ടക്കാരികളൊക്കെ ഫീൽ ആകുന്നത്. അപ്പോൾ ഈ വണ്ടി ഒരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയായിട്ട് നമുക്ക് മേടിക്കാമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് സൂപ്പറായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് 2.66 ലക്ഷം രൂപയാണ് ഓൺ റോഡ് വന്നത്. അപ്പം ആ പ്രൈസ് ഒരു ഇച്ചിരി കൂടുതലാണ്. ഇപ്പം BS6 ആയതുകൊണ്ട് തന്നെ BS4നെ ആവശ്യിച്ച് കുറച്ച് ഹൈക്കായിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി എടുക്കാം, സുഖമായിട്ട് എടുക്കാം. അപ്പം നിങ്ങൾ വിലയേറിയ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ ഓവറോൾ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വണ്ടി സൂപ്പർ വണ്ടിയാണ്. നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ധൈര്യമായിട്ട് വണ്ടി എടുത്തോളൂ, ഒരു സീനും വരത്തില്ല. അടിപൊളി വണ്ടി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം മച്ചാന്മാരെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഡ്യൂക്ക് 250 BS6ൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്നത്തെ പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നോട്ടിഫിക്കേഷന് ലഭിക്കാനായി ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും. ടേക്ക് കെയർ ആൻഡ് സൈനിങ് ഓഫ് ഫ്രം D4 Drift.